ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഗോതമ്പ് കഞ്ഞി, അതുപോലെ തന്നെ ഗോതമ്പ് കാച്ചിയത് എന്നൊക്കെ പറയും. ആ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്പൂണിൽ ഞാനൊരു ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഗോതമ്പില്ലേ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാവാണ് കേട്ടോ. അത് ഞാൻ ഈ ഒരു ടേബിൾ സ്പൂണിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാണ്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കട്ടൊന്നും പാടില്ല, നല്ല ഒരു രീതിക്ക് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കട്ടയില്ലാണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ കാച്ചുന്ന സമയത്ത് കട്ടൊക്കെ ആയിട്ട് നമുക്ക് ഗോതമ്പ് കുടിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കട്ടയില്ലാണ്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക. അപ്പോഴേക്കും നമ്മൾ പാൻ അവിടെ ചൂടായിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഞാൻ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം ഉണ്ട് കേട്ടോ ഗീ. അപ്പം അതൊന്ന് മെൽറ്റായി വരുമ്പം അതിലേക്ക് നമ്മൾ സാധാ ചെയ്യുമ്പോൾ തന്നെ ഉള്ളി ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായി വരുമ്പോൾ കുറച്ചൊന്ന് ഒരു ബ്രൗൺ കളർ ആവണേ, അധികം കരിക്കരുത്, അതുപോലെ തന്നെ അധികം ആവാണ്ടും നിൽക്കരുത്. കുറച്ചൊന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണം കേട്ടോ. അതാണ് കേട്ടോ നമ്മൾ ആ ഒരു കാച്ചി കുടിക്കുന്ന സമയത്തുള്ള ഒരു ഇതുണ്ടാവില്ല. അപ്പം ആ ഒരു രീതിക്ക് ഉള്ളി വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കട്ടെ. അപ്പോൾ ഉള്ളി കുറച്ചൊന്ന് ബ്രൗൺ കളറായി വരുമ്പം അതിലേക്ക് അണ്ടി അതുപോലെ തന്നെ മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾക്ക് തരി കാച്ചിയതൊക്കെ ആക്കൂലേ, ആ ഒരു രീതിക്കാണ് ഇതുണ്ടാക്കുന്നത്. അപ്പം ഉള്ളിയും അണ്ടിയും ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുന്തിരിയും കൂടെ ഒന്ന് പൊങ്ങി വരില്ല, ആ ഒരു സമയത്ത് നമുക്ക് പാല് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരു ലിറ്റർ പാലിൻ്റെ കണക്കിനാണ് കാണിക്കുന്നത്. അപ്പം 1 ലിറ്റർ പാലിൽ നമുക്ക് ആ ഒരു ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി മതിയാവും കേട്ടോ. അധികം കട്ടി നമുക്ക് കുടിക്കാൻ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു ഗോതമ്പ് കാച്ചിയത് കുടിക്കുന്ന സമയത്ത്. അപ്പം നല്ല ഒരു അധികം തിക്കുമല്ല, അതുപോലെ തന്നെ അധികം ലൂസും അല്ലാത്ത ആ ഒരു രീതിക്ക് വേണം നമുക്ക് ഗോതമ്പ് കാച്ചിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് പാലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് തിളക്കാനായിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തിളക്കുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് അതുപോലെ തന്നെ പഞ്ചസാര അതൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് മിൽക്കി മെയ്ഡും യൂസ് ചെയ്യുക. മിൽക്കി മെയ്ഡൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗോതമ്പ് കാച്ചിയത്. അപ്പം അതിലേക്ക് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പഞ്ചസാരയും ഉപ്പും ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടെ. അപ്പം എല്ലാം കൂടെ നല്ലോണം ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തള വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മളെ ആ ഗോതമ്പിൻ്റെ ആ ഒരു മിക്സിൽ അത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പം ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ജസ്റ്റ് ഒന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ തിള വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ ആ ഗോതമ്പിൻ്റെ മിക്സിയിൽ അത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കൈവിടാണ്ട് ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി ചേർക്കുമ്പം കൈവിടാണ്ട് നല്ലോണം ഇളക്കിയെടുക്കണേ, അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ആ ഡ്രിങ്ക് റെഡി ആവും കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പിന് കുടിക്കാൻ പറ്റിയ നല്ല ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ലോണം ഈ ഗോതമ്പിൻ്റെ പൊടി ചേർത്തതിന് ശേഷം നല്ലോണം തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യണേ. ഗോതമ്പിൻ്റെ ആ ഒരു പൊടി നമുക്ക് വെന്ത് വരണ്ടേ, ആ ഒരു സമയം അതിന് കൊടുക്കണേ. എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു തിളക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ലൂസ് പോലെയൊക്കെ കാണും, അത് കുഴപ്പമില്ല. അപ്പോൾ തണിയുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരുവേ. അപ്പം നല്ലോണം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചൂടോടെ കുടിക്കാൻ നമുക്ക് എന്തായാലും കഴിയില്ലല്ലോ, കുറച്ചൊന്ന് തണുക്കണ്ടേ, ആ ഒരു തണുക്കുന്ന സമയത്ത് മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് നല്ലോണം ഒന്ന് നമ്മൾ കുടിക്കുന്ന ആ ഒരു രീതിയിൽ തിക്കായിട്ട് വരുവേ. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു രീതിക്കാണ് കേട്ടോ ഇത് കുടിക്കേണ്ടത്. ഈ ഒരു തിക്നെസ്സിൽ ഇതാണ് കേട്ടോ ടേസ്റ്റ്. അതിൻ്റെ ആ ഒരു ഗോതമ്പ് കാച്ചിയതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടൽ. അപ്പം ഈ ഒരു രീതിക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ. അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നോമ്പിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാനൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.